ദിവ്യ, തീർച്ചയായിട്ടും. കാരണം തുടക്കത്തിൽ സ്വീകരിച്ച നിലപാടല്ല ഇപ്പോൾ ട്രംപ് പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗസയിലെ ഈ വെടിനിർത്തലിൻ്റെ ഭാവി സംബന്ധിച്ച് ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അധികാരമേറ്റ ഉടൻ തന്നെ നടത്തിയ പ്രതികരണത്തിൽ തനിക്ക് ഈ കരാർ അധികം മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു ശുഭാപ്തിയുമില്ല എന്നൊരു പ്രതികരണമാണ്, അത്യന്തം നിഷേധാത്മകമായിട്ടുള്ള പ്രതികരണമാണ് ട്രംപിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതേസമയം മധ്യസ്ഥ രാജ്യങ്ങൾ ഖത്തറും ഈജിപ്തും അമേരിക്കൻ നേതൃത്വവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇനിയും ഒരു ആക്രമണത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് തന്നെ ഗസ എടുത്തെറിയപ്പെടുകയാണെങ്കിൽ അത് വ്യാപകമായിട്ടുള്ള ഈ മേഖലയുടെ സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണികൾ സൃഷ്ടിക്കും. നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കുരുതി പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാനുള്ള നല്ലൊരു അവസരമാണ് ഈ വെടിനിർത്തൽ കരാറിലൂടെ രൂപപ്പെട്ടിരിക്കുന്നത്. അത് എന്ത് വില കൊടുത്തും മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്ക തയ്യാറാകേണ്ടതുണ്ട്. അമേരിക്കൻ സമ്മർദ്ദമില്ല എങ്കിൽ നെതന്യാഹു, നമുക്കറിയാൻ സാധിക്കും, ആഭ്യന്തരമായ വലിയ തോതിലുള്ള സമ്മർദ്ദം നെതന്യാഹു നേരിടുന്നുണ്ട്. ബെൻ ഗവർ നേരത്തെ തന്നെ മന്ത്രിസഭയിൽ നിന്ന് രാജി സമർപ്പിച്ചു. മറ്റു മന്ത്രിമാർ, സ്മോട്രിക് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ കടുത്ത നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഗസയിൽ ആക്രമണം പുനരാരംഭിക്കണമെന്ന് ഈ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നെതന്യാഹു വീണ്ടും ഈ ആക്രമണത്തിലേക്ക് വന്നേക്കുമെന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് നെതന്യാഹുവിനെയും സർക്കാരിനെയും പിന്തിരിപ്പിക്കണമെങ്കിൽ ട്രംപ് ഭരണകൂടം തന്നെ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്. എന്തായാലും സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ ഈ ഒരു പര്യടനത്തെ ആശ്രയിച്ച് നിൽക്കുകയാണ് ഈ തുടർ ചർച്ചകളൊക്കെ തന്നെ. പക്ഷേ മധ്യസ്ഥ രാജ്യങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. കാരണം 42 നാളുകൾ നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ടം അവസാനിക്കുന്നതോടുകൂടി തന്നെ വലിയ പ്രയാസമില്ലാതെ 2ഉം 3ഉം ഘട്ടങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് അമേരിക്കൻ ഭരണകൂടവും അതോടൊപ്പം തന്നെ മറ്റു വൻശക്തി രാജ്യങ്ങളും സ്വീകരിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഖത്തറും അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യമായിട്ടുള്ള ഈജിപ്തും ഏറ്റവും അവസാനം പ്രകടിപ്പിക്കുന്നത്. ദിവ്യ, നാസർ, ഇപ്പോൾ റഫേലും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലുമാണ് ഇസ്രായേലിന്റെ ആക്രമണം നടന്നു വരുന്നത്. മറ്റിടങ്ങളിൽ, ഗസയിലെ മറ്റിടങ്ങളിലൊക്കെ ജനങ്ങളുടെ ഒരു ജീവിതം എങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നുള്ള ശ്രമങ്ങളൊക്കെ എങ്ങനെ നടന്നു വരുന്നുണ്ട്? ദിവ്യ, വളരെ ദുരിതപൂർണ്ണമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ്. ഈ വെടിയൊച്ചകൾ നിലച്ചു എന്നത് ഒരു വസ്തുതയായിരിക്കാം. കാരണം നേരത്തെ ഉള്ളതുപോലെയുള്ള ആക്രമണങ്ങളില്ല. ഒറ്റപ്പെട്ട ഈ കരാർ വിരുദ്ധമായിട്ടുള്ള ചില നീക്കങ്ങൾ ഇസ്രായേൽ നടത്തുന്നുണ്ട് എങ്കിൽ പോലും വ്യാപകമായ അർത്ഥത്തിലുള്ള ഒരു വ്യാപ്തിയുള്ള ഒരു യുദ്ധത്തിലേക്കോ ആക്രമണത്തിലേക്കോ ഗസയുടെ പല ഭാഗങ്ങളിലും ഈ പിന്നിട്ട ദിവസങ്ങൾ വന്നിട്ടില്ല. അത് ഒരു ശുഭകരമായിട്ടുള്ള ഒരു നീക്കമായി തന്നെയാണ് മധ്യസ്ഥ രാജ്യങ്ങൾ വിലയിരുത്തുന്നത്. പക്ഷേ ഈ വടക്കൻ ഗസയിൽ നിന്നും മറ്റും പുറന്തള്ളിയ മനുഷ്യരൊക്കെയും തങ്ങളുടെ വസ്തുവകൾ അന്വേഷിച്ച് ഈ ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ, ഇപ്പം ട്രക്കുകൾ ഏതാണ്ട് നിത്യം ഒരു 500-ലധികം ട്രക്കുകൾ വരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. പക്ഷെ അവിടുത്തെ പോലും ഈ റോഡുകളും മറ്റും പൂർണ്ണമായിട്ട് തകർക്കപ്പെട്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ സഹായ വസ്തുക്കൾ വേണ്ട വിധത്തിൽ ഈ തിരിച്ചു വന്ന മനുഷ്യർക്ക് ലഭ്യമല്ലാത്ത ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും അന്തർദേശീയ മനുഷ്യാവകാശ സംഘടനകളുടെയും മറ്റും സന്നദ്ധ സേവകരുടെയും മറ്റും വളരെ ശക്തമായിട്ടുള്ള ഇടപെടലിനെ കൊണ്ട് കുറേ പേർക്കെങ്കിലും ഭക്ഷണവും വെള്ളവും എത്തിക്കാനുള്ള ഒരു നീക്കം പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100 കണക്കിന് മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഈ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്ക് ഉള്ളിൽ നിന്ന് കണ്ടെത്തുന്നതും അവയെ മതപരമായിട്ട് സംസ്കരിക്കാനുള്ള നീക്കങ്ങളിലാണ് ഇപ്പോൾ ജനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ തകർന്ന കെട്ടിടങ്ങൾ പൂർണ്ണമായിട്ടും പുനർനിർമ്മിക്കുക അല്ലെങ്കിൽ ഈ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ അവിടെ നിന്ന് മാറ്റുക എന്നതുൾപ്പെടെയുള്ള ഒരുപക്ഷെ വർഷങ്ങൾ തന്നെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ആരംഭിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം പോലും ഇനിയും രൂപപ്പെട്ടിട്ടില്ല. കാരണം സുരക്ഷിതത്വം അതിൽ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഈ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. അതൊക്കെയും ഈ 2ാം ഘട്ടത്തിൽ, വെടിനിർത്തലിൻ്റെ 2ാം ഘട്ടത്തിൽ മാത്രമാണ് നടക്കുക. പക്ഷേ അത് ഇപ്പോൾ തന്നെ ആ ചർച്ചകൾക്കുള്ള ഒരു അനുകൂല സാഹചര്യം ഒരുക്കണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകരാജ്യങ്ങളുടെ UN-ൻ്റെ ഒക്കെ കുറേ കൂടി കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൻ്റെ വെടിയൊച്ചകൾ തൽക്കാലം നിലച്ചു എന്നതല്ലാതെ പ്രായോഗികമായിട്ട് അവരുടെ ജീവിതം ഏതെങ്കിലും അർത്ഥത്തിൽ അതിജീവനം എന്നത് ഇപ്പോൾ പോലും ഏറ്റവും പ്രയാസകരമായിട്ട് തന്നെ തുടരുകയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ കുറെ കൂടി രാഷ്ട്രീയവുമായിട്ടുള്ള ചില തീരുമാനങ്ങൾ, നടപടികൾ വളരെ അടിയന്തര സ്വഭാവത്തിൽ തന്നെ വരേണ്ടതുണ്ട്. അതുണ്ടാകണം എന്നാണ് ഗസയിലെ ഓരോ മനുഷ്യരും ഇപ്പോൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. എന്തായാലും ജനീൻ അഭയാർത്ഥി ക്യാമ്പിലും വെസ്റ്റ് ബാങ്കിലെ ജനീൻ അഭയാർത്ഥി ക്യാമ്പിലും അതുപോലെ തന്നെ റഫേലും ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്നുണ്ട്. അതിനിടെയാണ് അടുത്ത ഘട്ടത്തിലേക്ക്, 2ാം ഘട്ട ചർച്ചകളിലേക്കൊക്കെ കടക്കുന്നത്. മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ 2ാം ഘട്ട ചർച്ചയിലേക്ക് കടക്കുകയാണ്. വിവരങ്ങളാണ് MC നാസർ നൽകിയത്.